Hello everyone, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട വെച്ചിട്ടുള്ള ഒരു ബോൾസ് ആണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം ഞാൻ ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ച് ചൂടാക്കുന്നുണ്ട്. ഓയിൽ ചൂടാവുമ്പോൾ ഇതിലേക്ക് ഒരു 3 തണ്ട് കറിവേപ്പില, 3 ചെറുതായി അരിഞ്ഞ സവാള, 1 ടീസ്പൂൺ ഉപ്പ് ഇതെല്ലാം ചേർത്ത് നമുക്കിതിനെ നന്നായി സോട്ട് ചെയ്യാം. സവാളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവുമ്പോൾ ഇതിലേക്ക് ഞാനൊരു 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ടുകൊടുത്ത് ഞാനിതിനൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു തക്കാളി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്കിതിനെ മിക്സ് ചെയ്യാം. തക്കാളിയൊക്കെ നല്ല ഒടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നമുക്കിതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 5 പുഴുങ്ങിയ മുട്ട ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മാറ്റി വെക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിതിനെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഞാനൊരു 2 കപ്പ് ബ്രെഡ് ക്രംസ് ആണ് യൂസ് ചെയ്യുന്നുള്ളത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് പോർഷൻ എടുത്ത് ബോൾസ് ആക്കി എടുക്കാം. അങ്ങനെ ഞാനിതാ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. അതിനു വേണ്ടി ഞാനിവിടെ 1 കപ്പ് മൈദ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഒരു 3/4 കപ്പ് വെള്ളമാണ് യൂസ് ചെയ്യുന്നുള്ളത്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. അതിനുവേണ്ടി ഞാനിവിടെ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഓയിലൊന്ന് ചൂടാവുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ ബോൾസ് ബാറ്ററിലേക്ക് ഡിപ്പ് ചെയ്ത് ഇതുപോലെ സ്പൂണ് കൊണ്ട് ഓരോന്നായി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിതിനെ ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. അങ്ങനെ ഇതാ നമ്മളുടെ എഗ് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും എന്നത്തെയും പോലെ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ ഇത് നിങ്ങൾ ഇതുവരെയായി ട്രൈ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി ഞാൻ വരുന്നവരേക്കും ഗുഡ് ബൈ.